രാമേന്ദ്ര സാറേ, ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഫോണ് മറ്റൊരു കോൺഗ്രസ്സുകാരൻ ചോർത്തുകയാണ്. മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടാണ് സച്ചിൻ പൈലറ്റിൻ്റെ ഫോൺ വിവരങ്ങൾ ചോർത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക. അതെ. അപ്പോൾ അത് ഇവിടുത്തെയൊക്കെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ കൊടുക്കുമെന്ന് നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. കോൺഗ്രസിനെ സംരക്ഷിച്ച് നിൽക്കുകയാണല്ലോ ഈ കപട മതേതരവാദികളും പത്രങ്ങളും ഒക്കെ. അപ്പോൾ ഈ വിവരം, അതായത് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ വിമത നേതാവായ സച്ചിൻ പൈലറ്റിൻ്റെ ഫോൺ ചോർത്തി എന്നുള്ള വിവരം അന്ന് ഈ ഗെഹ്ലോട്ടിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി OSD ആയിരുന്ന ഈ നമ്മുടെ ലോകേഷ് ശർമ്മയാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ആ കാലത്ത് ദേശീയ തലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ് ഈ സച്ചിൻ പൈലറ്റിൻ്റെ കലാപം. സച്ചിൻ പൈലറ്റ് 18 MLA-മാർക്കൊപ്പം, 18 MLA എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ, 18 MLA-മാർക്കൊപ്പം കലാപം നടത്തിയിട്ട് ഈ അശോക് ഗെഹ്ലോട്ടിനെ അട്ടിമറിക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നു. അത് അശോക് ഗെഹ്ലോട്ടിനോട് അദ്ദേഹത്തിന്, അതായത് അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. പ്രായം കൊണ്ട് ആദരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സച്ചിൻ പൈലറ്റ് യൗവനത്തിലാണല്ലോ. പക്ഷെ അല്ലാതെ കൊടുക്കേണ്ട പദവികൾ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന MLA-മാർക്ക് പദവികൾ കൊടുക്കുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ കലാപമൊക്കെ നടക്കുന്നത്. പക്ഷേ അശോക് ഗെഹ്ലോട്ടിന് ഈ സച്ചിൻ പൈലറ്റ് ഇത് നടത്തുന്നത് BJP-യുടെ സഹായത്തോടു കൂടിയാണെന്ന് വരുത്തണമായിരുന്നു. BJP-യുടെ വാലിൽ തൂങ്ങിയാണ് സച്ചിൻ പൈലറ്റ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിൻ പൈലറ്റിനെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ നാറ്റിക്കുക, അതാണ് ആസൂത്രണം ചെയ്യുന്ന പദ്ധതി അശോക് ഗെഹ്ലോട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ആ കാലത്ത് ഈ ഫോൺ ചോർത്തലുകൾ ധാരാളം അശോക് ഗെഹ്ലോട്ട് നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ലോകേഷ് ശർമ്മ പറയുന്നത്. ആ വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പം? അതെ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, 2020 ജൂലൈ 16-ാം തീയതി ഈ ശർമ്മയെ അശോക് ഗെഹ്ലോട്ടിന്റെ PA റാം നിവാസ് ഈ അശോക് ഗെഹ്ലോട്ടിന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഉടനെ വരണം, അശോക് ഗെഹ്ലോട്ടിനെ കാണണം എന്ന് പറഞ്ഞു. അശോക് ഗെഹ്ലോട്ടിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു പെൻ ഡ്രൈവ് കൊടുത്തു ഈ ശർമ്മയ്ക്ക്. പെൻ ഡ്രൈവ് അല്ലാതെ കുറേ കടലാസുകളും കൊടുത്തു. പെൻ ഡ്രൈവിൻ്റെ അകത്താണ് ഈ ചോർത്തിയ ഫോണുകൾ. ആ കടലാസിൽ ഇത് ആരൊക്കെ തമ്മിലാണെന്നൊക്കെയുള്ള വിവരങ്ങളാണ് കടലാസിൽ. ഇത് മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്യുക, ഇതാണ് ദൗത്യം ശർമ്മയെ ഏൽപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എഡിറ്റഡാണ് ഈ ഫോൺ സംഭാഷണങ്ങൾ. ഈ BJP-യുടേതാണ്, BJP ആണ് സച്ചിൻ പൈലറ്റിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് എന്ന് വരുത്താനുള്ള തരത്തിൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോൺ സംഭാഷണങ്ങളാണ്. എന്നിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഇത് കിട്ടിയാൽ അവർ ചെയ്തോളുമല്ലോ, വലിയ ഷോക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ പെൻ ഡ്രൈവ് കൊടുക്കുന്നു, ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ് ആയിരിക്കും ചില സംഭാഷണം, ചിലപ്പോൾ 2 സെക്കൻഡൊക്കെ ആയിരിക്കും. ഇന്ന ആൾ തമ്മിലുള്ളതെന്നൊക്കെ വിവരങ്ങളും ഒക്കെ എഴുതി കൊടുത്ത് ഇത് ലീക്ക് ചെയ്താക്കാൻ പറഞ്ഞു മാധ്യമങ്ങൾക്ക്. ഈ ശർമ്മ വന്നിട്ട് ലീക്ക് ചെയ്തു. ഇത് ഞാൻ ചെയ്തത് അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിട്ടാണ്, എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നാണ് ഇന്ന് ലോകേഷ് ശർമ്മ തുറന്നു പറയുന്നത്. ഇനി സംഭാഷണങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ട് അശോക് ഗെഹ്ലോട്ട് ചിത്രീകരിച്ചത് BJP-യുടെ കേന്ദ്രമന്ത്രി രാജസ്ഥാനിൽ നിന്നുള്ള ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അദ്ദേഹമാണ് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്തത് BJP-ക്ക് വേണ്ടി. ഈ ഷെഖാവത്ത് മരിച്ചുപോയ MLA ബൻവർ ലാൽ ശർമ്മ, സഞ്ജയ് ജെയിൻ, ഈ 3 പേര് തമ്മിലും ഉള്ള സംഭാഷണങ്ങളാണ് ഈ ചോർത്തി മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തത്. ഈ ഷെഖാവത്താണ് ഈ മുഖ്യപ്രതിന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. സച്ചിൻ പൈലറ്റിൻ്റെ കൂടെ BJP-യും കൂടി ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവർ ഒന്നിച്ച് ചേർന്നിട്ട് അശോക് ഗെഹ്ലോട്ടിൻ്റെ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ
ഇത് ലീക്ക് ചെയ്താലുള്ള ഗുണം എന്താണ്? സച്ചിൻ പൈലറ്റിന് ഹൈക്കമാൻഡ് സംശയിക്കുന്നു. 1. 2, BJP എന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതോടുകൂടി ഇദ്ദേഹം സ്വയം സംരക്ഷിക്കും സർക്കാരിനെ. അങ്ങനെ ഒരു ദ്വിമുഖ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരുന്നത്. അപ്പോൾ അന്ന് സച്ചിൻ പൈലറ്റ് ഈ ഭാഗം പറയുന്നുണ്ടായിരുന്നു, ഞാൻ BJPയുടെ കൂടെ ഒന്നും ചേർന്നിട്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന്. അതാരും കേട്ടില്ല. കാരണം മറ്റേ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഫോൺ സംഭാഷണങ്ങൾ തെളിവാണ് എന്ന് വിചാരിച്ചിട്ട് മാധ്യമങ്ങളൊന്നും അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് സച്ചിൻ അപ്പോഴാണ് സച്ചിൻ ഈ MLA-മാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ വിശ്വസിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൈക്കമാൻഡിനെതിരെ കലാപം ഒന്നും കൂടി മുറുക്കിയിട്ട് ഹൈക്കമാൻഡിന് അങ്കലാപ്പായി. സച്ചിൻ പറയുന്നതും കൂടി കേൾക്കും എന്നുള്ള ഒരു സംഗതി വന്നു. ഫോണുകളൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് തെളിഞ്ഞ എന്താണെന്ന് വെച്ചാൽ സച്ചിൻ പൈലറ്റിൻ്റേത് ഉൾപ്പെടെയുള്ള ഫോണുകളൊക്കെ നിരീക്ഷണത്തിലാക്കിയിരുന്നു അശോക് ഗെഹ്ലോട്ട്. എന്നിട്ട് ഈ ശെഖാവത്തിൻ്റെ വീടൊക്കെ റെയ്ഡ് ചെയ്തു. അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തു. പല പരാതികളൊക്കെ മേടിച്ചിട്ട് പോലീസ് കേസെടുത്തു. ഈ ശെഖാവത്തിൻ്റെ വീടൊക്കെ റെയ്ഡ് ചെയ്തു. എന്നിട്ട് എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും കുറേ നാൾ സർക്കാരൊക്കെ നിലനിന്നു. സർക്കാർ ഉടനെ വീഴും എന്നുള്ള തോന്നലൊക്കെ അന്ന് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റ് അതുപോലെ. കാരണം BJPയുടെ സഹായത്തോടു കൂടി സച്ചിൻ പൈലറ്റ് അവിടെ മുഖ്യമന്ത്രിയാവും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര MLA-മാർ മറ്റേ കൂട്ടത്തിൽ നിന്ന് MLA-മാർ ചേർന്നാൽ മതിയല്ലോ. BJP പൈസ കൊടുത്തിട്ടാണെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ എപ്പോഴും മാറാൻ തയ്യാറായിരിക്കുമല്ലോ. അങ്ങനെ പക്ഷേ 2023 അശോക് ഗെഹ്ലോട്ട് തോറ്റുപോയി. മന്ത്രിസഭ വീണു. കോൺഗ്രസ് ജയിച്ചില്ല. അതിൽ പിന്നെ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണം, മണ്ഡലം ഒരു ടിക്കറ്റ് വേണമെന്ന് ഈ ലോകേഷ് ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതും കൂടി പറയണമല്ലോ. അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. സീറ്റ് മോഹികളാണ് എല്ലാവരും. സീറ്റ് കൊടുത്തില്ല. ആ പ്രശ്നം കൂടി ചിലപ്പോൾ ഈ തുറന്ന് പറച്ചിലിനെ പിന്നിലുണ്ടാവും. പക്ഷെ അതിന് തെളിവൊക്കെ ഉണ്ട്. തോറ്റുപോയി ശർമ്മയ്ക്ക്. അങ്ങനെ ഹൈക്കമാൻഡിനെ ഗെഹ്ലോട്ട് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഈ പറയുന്നത്. ഈ അന്ന് BJPയുടെ പക്ഷത്ത് തെറ്റില്ല എന്നുള്ളതുകൊണ്ട് BJP CBI അന്വേഷണം ഈ പ്രശ്നത്തിനെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചാളാനും പറഞ്ഞിരുന്നു. ശെഖാവത്ത് പരാതിപ്പെടുകയും ചെയ്തിരുന്നു പോലീസിലുമൊക്കെ. അപ്പോൾ അവിടെ രാജസ്ഥാനിൽ BJP ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായി MLA ആയി ഒരു അനുഭവ സമ്പത്തും പരിചയമൊന്നും ഇല്ലാത്ത ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. അങ്ങനെ പുതിയ മുഖ്യമന്ത്രിയും വന്നു. ഇങ്ങനെ ഈ ഫോൺ ടാപ്പിംഗ്, ഫോൺ ചോർത്തൽ സംഭവം ഇന്ത്യയിൽ പല കോളിളക്കങ്ങളും മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. രാമകൃഷ്ണ ഹെഗ്ഡേക്ക് 1988 രാജിവെക്കേണ്ടി വന്നത് അങ്ങേര് ഒരുപാട് ആളുകളുടെ ഫോൺ ടാപ്പ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് രാമകൃഷ്ണ ഹെഗ്ഡേക്ക് മുഖ്യമന്ത്രി ജോലി തന്നെ പോയത്. പിന്നെ മഹാരാഷ്ട്രയിൽ രാമറാവു അധിക്, നമ്മുടെ ഈ പൊന്നാനിയിൽ നിന്നൊക്കെ ജയിച്ചിരുന്ന GM ബനാത്തുവാല, അദ്ദേഹത്തിൻ്റെയും ഫോൺ ടാപ്പ് ചെയ്തിരുന്നു 1989 1990 എന്ന് പറയാറുണ്ട്. പക്ഷെ വളരെ വിവാദമുണ്ടാക്കിയ ഒരു ഫോൺ ചോർത്തൽ ആരോപണം ചന്ദ്രശേഖർ ഉന്നയിച്ചതാണ്. വലിയ നേതാവും പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഈ അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലിയുടെ പത്രാധിപരായിരുന്ന പ്രീതീഷ് നന്ദിക്ക് ചന്ദ്രശേഖർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില നേതാക്കൾ നമ്മളോട് സാധാരണ അഭിമുഖം നടത്തുമ്പോൾ പറയുമല്ലോ, ഇനി ഓഫ് ദ റെക്കോർഡ് ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട്, ഇനി നിങ്ങൾ ടേപ്പ് റെക്കോർഡറൊന്നും ഓഫ് ചെയ്യേ, ഞാൻ വേറൊരു രഹസ്യം പറയാമെന്ന് ചന്ദ്രശേഖർ പറഞ്ഞു. ഇങ്ങനെ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. അപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു, എൻ്റെയും 27 പേരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട് VP സിംഗ് എന്ന് പറഞ്ഞു. അത് ഓഫ് ദ റെക്കോർഡാണെങ്കിലും പ്രീതീഷ് നന്ദി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി പ്രസിദ്ധീകരിച്ചു. അത് വലിയ കോളുകളൊക്കെയായി VP സിംഗിനെതിരെ. അങ്ങനെ 27 രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ആ കാലത്ത് 1984-87 ഈ IB അന്ന് ഫോൺ ചോർത്തിയവരിൽ ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ, KC പന്ത്, കരുണാനിധി, ചിമൻഭായ് പട്ടേൽ, AR അന്തുലെ, ജയലളിത,
സയ്യിദ് അബ്ദുള്ള ബുഖാരി, നമ്മുടെ ഇമാം ഡൽഹി, അങ്ങയുടെ മകൻ, പിന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടകയിലെ മന്ത്രിമാർ, കേന്ദ്രത്തിലെ രംഗരാജൻ കുമാരമംഗലം, ഇത്രയും പേരുടെയൊക്കെ ഫോൺ ചോർത്തിയിരുന്നതായിട്ട് അന്ന് CBI അന്വേഷണത്തിൽ തെളിയുകയൊക്കെ ചെയ്തിരുന്നു. ആ CBI അന്വേഷണ റിപ്പോർട്ട് PP സിംഗ് ധീരമായിട്ടാണ് CBI അന്വേഷണം ഏൽപ്പിച്ചത്. ആ അന്വേഷണ റിപ്പോർട്ട് പിന്നെയും പുലുവാലാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ കോൺഗ്രസ്സുകാർക്ക് തന്നെ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നാട്ടിലുള്ളത്, രാജ്യത്തുള്ളത്. ഇത് ചിലപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടും വരാം. കാരണം തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു മാസം ഇനിയും കിടക്കുകയാണ്. പല വിഷയങ്ങൾ എടുക്കാനുണ്ട്. മോദി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു എന്നൊക്കെ വരും. കോൺഗ്രസ്സുകാർക്ക് ധാരാളം, കാരണം മോദിയാണ് അജണ്ട നിശ്ചയിക്കുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ പിന്നാലെ തൂങ്ങി ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകടന പത്രികയിലൊക്കെ മണ്ടത്തരാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകടന പത്രികയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലും പറഞ്ഞിട്ടുണ്ട്, പറയാത്തതൊക്കെ നടപ്പാക്കിയിട്ടുമുണ്ട്. അതാണ് ആ സംവരത്തിൻ്റെ OBC-കളുടെയും പട്ടികജാതി വർഗ്ഗക്കാരുടെയൊക്കെ സംവരണം എടുത്ത് മാറ്റുന്നത്. വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മളത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലെ പൈലറ്റ് പ്രോജക്റ്റും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം കൂടി ഇന്ന് പത്രസമ്മേളനമായിട്ട് മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടത്തുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ, മുഖ്യധാരാ മാധ്യമങ്ങളൊന്നുമല്ല. സോഷ്യൽ മീഡിയയാണ് ഇന്ത്യയിൽ ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത്. എല്ലാവരും എല്ലാത്തിനും പറ്റിയും ബോധമുള്ള ആളുകളൊക്കെ തന്നെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എല്ലാവരുടെയും മൊബൈൽ ഫോണിലെത്തിക്കോളുമല്ലോ. താല്പര്യമുള്ള ആളുകളൊക്കെ അത് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അറിയാം, എവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഉപഭോക്താക്കൾ വാതിലിൽ മുട്ടിക്കോളും. തുറന്നിരിക്കുന്ന വാതിലുകൾ നമ്മുടേതുപോലെ ധാരാളം ഉണ്ട്. അതെ.